നമസ്കാരം സാറേ. ഒരു കാര്യം സാറ് മനസ്സിലാക്കണം. നമ്മുടെ ഈ സുറിയാനി കുർബാന പോലെ പവിത്രമായ ഒരു കുർബാനയെ നശിപ്പിച്ച് ഇത് വന്നതിന് ശേഷം ആരും പുറത്ത് പറയാൻ ധൈര്യമില്ലെങ്കിലും ഏത് പള്ളി നിങ്ങളെടുത്തു, ഉദാഹരണത്തിന് തിരുവനന്തപുരം ലൂർദ് പള്ളി, ഇട ദിവസത്തെ കുർബാനയ്ക്ക് ലൂർദ് പള്ളിയിൽ ഒരു 20-25 പേർക്ക് താഴെയില്ല. അതേപോലും ആ സമയത്ത് പാളയം പള്ളിയിൽ ഒരു 75ഓളം സുറിയാനിക്കാർ ലൂർദ് പള്ളിക്ക് ചുറ്റുപാടും അവിടെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ താമസിക്കുന്ന മുട്ടറപ്പള്ളി ലത്തീം പള്ളിയിലാണ്. തൊട്ടടുത്തൊരു കേശവസ്വരം പള്ളിയുണ്ട്. കേശവസ്വരം പള്ളിയിൽ രാവിലെ 15 പേര് വരുമ്പോഴത്തേക്കും 100 പേരാണ് അതിൻ്റെ ചുറ്റുപാടുള്ളവർ സുറിയാനിക്കാർ ഈ മുട്ടറ ലത്തീം പള്ളി കുർബാനയ്ക്ക് വരുന്നത്. എന്തിന് ചങ്ങനാശ്ശേരി ചെന്ന് നിങ്ങളെടുത്തോ. ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിലായിരുന്നാലും, ചങ്ങനാശ്ശേരിയിൽ പിന്നെ നമ്മുടെ കത്തീഡ്രൽ ചർച്ചിലായിരുന്നാലും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനപ്പുറത്തോട്ട് നമ്മൾ നാലുവടിക്ക് പോകുമ്പോഴുള്ള ഫാത്തിമാവരം പള്ളിയിലായിരുന്നാലും അവിടുത്തെ രാവിലത്തെ കുർബാനയ്ക്ക് വരുന്നതിൻ്റെ ഇരട്ടി സുറിയാനിക്കാർ നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള വിജയപുരം രൂപതയുടെ പള്ളി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജനത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ സഭയെ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട്, മെത്രാന്മാരെ അനുസരിക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും മിക്കവാറും അവനവൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഞാൻ അനുഭവസ്ഥനാണ്. ഈ ഇവിടെ പാളയം പള്ളിയിൽ ഡെയിലി ഒരു 75 ക്രിസ്ത്യാനികൾ എന്തിന് നമ്മുടെ ഇതിന് മുമ്പിരുന്ന് വിരിപ്പേരച്ചൻ മരിച്ചുപോയ വികാരിയച്ഛൻ്റെ കസിൻ കൊടുത്ത കൈക്കാരൻ പോലും ആഴ്ചയിൽ 6 ദിവസവും പാളയം പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ജനത്തിനത് മടുത്തു. ജനത്തിന് ഈ പിന്നെ ഇപ്പം പുതിയൊരു ഇത് കൊണ്ടുവന്നായിരുന്നു. ഞങ്ങളുടെ എറണാകുളം രൂപതയുടെ വസ്തു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. എൻ്റെ ഒരു അങ്കിൾ മോഹൻ നായർ, ഫ്രാൻസിസ് കുര്യൻ എന്ന പേര്, ഗോവ PCC INDC പ്രസിഡൻ്റായിരുന്നു. പുള്ളിക്കൊരു 50 ഏക്കർ തോട്ടം വരന്തരപ്പള്ളിയിലുണ്ടായിരുന്നു. നമ്മുടെ സഭയാണ് മേടിച്ചത്. അതിനകത്തൊരു 8 ഏക്കർ സ്ഥലം ഒരു കൈവശ പതിവിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിൽ കിടന്നു. അങ്ങനെ ആ സ്ഥലം ഇവർക്ക് പിന്നെ എഴുതി കൊടുത്തിട്ട് ഇവരതിൻ്റെ പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ അങ്കിൾ മരിച്ചു, ആൻറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ കഥയിലോട്ട് കടന്നു പോയതിൽ ക്ഷമിക്കണം. സഭ ചെയ്യുന്ന ഓരോ ക്രൂരതകൾ. എന്നിട്ട് അവിടെ അവർ ഈ വസ്തുവിൻ്റെ പൈസ ആവശ്യപ്പെട്ട് ഇവർ കാശ് കൊടുത്തില്ല. ഈ കൈവശം തോട്ടം വിട്ടു കൊടുത്തിട്ട് ഈ 8 ഏക്കർ പതിച്ച് കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് പതിച്ച് കൊടുത്തിട്ട് ഇവർക്ക് എന്ത് ചെയ്താൽ കാശ് കൊടുക്കില്ല. അങ്ങനെ ഇവർ എഴുതി കൊടുക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെ ഗുണ്ടാലയോട്ട് ഭീഷണിപ്പെടുത്തി. എറണാകുളത്ത് ഞാൻ പേര് പറയുന്നില്ല, വികാരി ജനറൽ ഉൾപ്പെടെ ഗുണ്ടാലയോട്ട് ഭീഷണിപ്പെടുത്തി. ആ കേസ് നടത്തിയ വക്കീലിനോട് പറഞ്ഞ് നിൻ്റെ പിള്ളേർ LKG UKG പഠിക്കുന്ന തല വെട്ടി തേക്കലെ പൊതിഞ്ഞ് അവിടെ കൊടുത്തയക്കുന്നത്. അയാൾ കേസിന് പിന്മാറി. അങ്കിളിൻ്റെ മകൻ അമേരിക്കൻ എഞ്ചിനീയർ വന്നപ്പം ഗുണ്ടകൾ അവനെ ഓടിച്ച് ആലുവ ടൗണിൽ വെച്ചു. ഓടിച്ചവൻ പോലീസ് സ്റ്റേഷനിൽ കയറി CA ഉൾപ്പെടെ പറഞ്ഞു അത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കൊടുത്തരും, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. അവസാനം ഇവരുടെ വീട്ടിൽ മാണി സാറിന് ഇടപെട്ടു. മാണി സാർ എല്ലാം ഇടപെട്ടിട്ട് ഒരു രക്ഷയില്ല. അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആലുവയിൽ താമസിക്കുന്ന വീട്ടിൽ രാത്രി ജീപ്പ് കൊണ്ടുവന്ന് ഗേറ്റിലിടിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഇവരോട് നലറി കൂവി നാട്ടുകാർ വന്നപ്പോഴാണ് രക്ഷപ്പെട്ടു. ഇവർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ. സഭയുടെ ക്രൂരത ഞാൻ പറയുകയാണ്. അതൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ വസ്തു ഇടപാട്. അതിനകത്ത് പറയാനുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞ് ഞാൻ വിൻസെൻ്റ് പോൾ സാർ ജെൻറ്റിൽമാനായിരുന്നു, ഒരു കത്തോലിക്കൻ, എറണാകുളത്ത് IG ആയിട്ട് സെൻട്രൽ റേഞ്ച് IG ആയിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു പരാതി എഴുതി കഴിഞ്ഞ് തരാമെന്ന് ചോദിച്ചു. ഈ വികാരി ജനറൽ ഉൾപ്പെടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, തേജോധം ചെയ്യുന്നില്ല, ഞാൻ ഷെട്ടിപ്പുറത്ത് ലോക്കപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്കൊക്കെ പേടി, അത് വേണ്ട, തൽക്കാലം പ്രശ്നം ഉണ്ടായിരുന്നത്. എൻ്റെ പിന്നെ വെച്ച് വികാരി ജനറലിനെ വിളിച്ചു. അദ്ദേഹം മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ, ഞാൻ എവിഡൻസ് എല്ലാം കൊണ്ട് കാണിച്ചായിരുന്നു, മര്യാദയ്ക്കാണ് പോയില്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കുകയാണെന്ന് സഭയോ എത്രയാണെന്ന് ഞാൻ നോക്കില്ല, പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. ആ സ്ഥലം വിറ്റപ്പം ആ സ്ഥലം വിറ്റതിൻ്റെ 1/3 പോലും പ്രമാണത്തിൽ കാണിച്ചില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കഴിഞ്ഞ് വലിയൊരു തുക നമ്മുടെ പെനാൽറ്റി ആയിട്ട് കോടതിയിൽ കിട്ടേണ്ടി വന്നു. വസ്തുവിൻ്റെ പ്രമാണം വില കുറച്ച് കാണിച്ചതിനുണ്ട് 35-40 കോടി. അതിൻ്റെ കറക്റ്റ് എനിക്കറിയത്തില്ല. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു പ്രാർത്ഥന ഇറക്കി. അപ്പോൾ ആൾക്കാർ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി അതാത് ഇടവക്കാർ മേടിച്ചോളാൻ പറഞ്ഞു. തന്നെയല്ല നമ്മുടെ കുർബാന പുസ്തകം 2 കിലോ ഉണ്ട്. ഇത് ഒന്നും കണ്ടിന്യൂസ് നമുക്ക് ചെല്ലാനൊക്കില്ല. ആ സമയത്ത് ലത്തീംകാരുടെ പുസ്തകം വെറും തിന്നാണ്. ഒരറ്റത്ത് നിന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വായിച്ചു പോകാം. നമ്മുടെ പുസ്തകം ആദ്യത്തെ 4ാമത്തെ പേജിൽ നിന്ന് 16 പോകണം, 16 നിന്ന് 40 പോകണം, 40 നിന്ന് 80 പോകണം, 80 നിന്ന് തിരിച്ച് വീണ്ടും 16 വരണം. നമുക്ക് പേജ് മറിക്കാനേ സമയം കിട്ടുള്ളൂ. നമ്മൾ പേജ് മറിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത പേജിലോട്ട് കയറി കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ നിങ്ങൾ പള്ളിയിൽ ശ്രദ്ധിച്ചിട്ട് കുർബാന പുസ്തകം കൈകൊണ്ട് തുറന്നുണ്ടോ? അങ്ങനെ വിശ്വാസം മൊത്തവും പല രീതിയിൽ കൂടെ തകർത്തെറിഞ്ഞു. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ 4 ദിവസം പറഞ്ഞാൽ തീരാത്ത കഥ എൻ്റെ കയ്യിലുണ്ട്. അത് പലർക്കും ഇതിനകത്ത് കൊള്ളും, പലരും പിണങ്ങും. പിന്നെ ഞാൻ 1-2 കാര്യം ഇതിനകത്ത് പറഞ്ഞ് ഞാൻ തന്നെ വിഡ്രോ ചെയ്തു.
അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറുന്നതുകൊണ്ട് മാറിയത്. ഇതിനകത്ത് നമ്മുടെ സഭയെ ഈ ഹൽദയവൽക്കരണവും ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ വേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് മെയിൻ കാരണം.